കുട്ടികളുടെ പരീക്ഷാകാലമൊക്കെ ആയി അല്ലേ? എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം, പരീക്ഷാ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത് എല്ലാവർക്കും ആശങ്കയുള്ള കാര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, സാധാരണ പരീക്ഷ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊതുപരീക്ഷകൾ എടുക്കുമ്പോൾ വീട്ടുകാർക്ക് മുഴുവൻ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണത്. എങ്ങനെയാണ് നമ്മൾ പരീക്ഷകളെ നേരിടേണ്ടുന്നത്? പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെയും 11ലെയും 12ലെയും പൊതുപരീക്ഷയെ നേരിടുന്ന കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായി പാരൻസ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും പറയാറുള്ളത് പഠിക്ക് 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 എന്ന് മാത്രമേ പറയാറുള്ളൂ. എങ്ങനെ പഠിക്കണം എന്ന് പലപ്പോഴും അവരോട് പറയാറില്ല. നമ്മളെല്ലാവരും ചെയ്തിരുന്നത് പോലെ ഉറക്കെ വായിച്ച് പഠിക്കണമെന്നോ അല്ലെങ്കിൽ റിപ്പീറ്റഡായി എഴുതി പഠിക്കണമെന്നോ രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പഠിക്കണം, അതാണ് നല്ലതെന്നോ ഒക്കെ നമ്മൾ കുട്ടികളോട് ഉപദേശിക്കാറുണ്ട്. എല്ലാ കുട്ടികളിലും ഈ പറയുന്ന രീതികളൊന്നും ആവണം ശരിയായത് അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായത് എന്ന് നിർബന്ധമില്ല. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ പഠന ശൈലിയുണ്ട്. ആ ശൈലി ഏതാണെന്ന് കണ്ടെത്തേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ചില കുഞ്ഞുങ്ങൾക്ക് കണ്ടു പഠിക്കുന്നതായിരിക്കും എളുപ്പം, മനസ്സിൽ ഓർത്ത് നിൽക്കാൻ പറ്റുന്നത്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റഡായിട്ട് കേൾക്കുന്നതായിരിക്കും അവരുടെ മനസ്സിൽ ഓർത്ത് നിൽക്കുക. വേറെ ചിലർക്ക് ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം, മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റഡി സ്റ്റൈൽ ഏതാണ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ് ഏതാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ പഠിക്കുമ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ ലേണിംഗ് സ്റ്റൈൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സ്വയം ചെയ്ത് നോക്കാവുന്ന കാര്യം തന്നെയാണ്. നേരത്തെ തുടങ്ങിയാൽ, ചെറിയ പ്രായത്തിലേ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് തുടങ്ങിയാൽ ഇതിലേതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലെന്ന് നമുക്ക് മനസ്സിലാവും. ആ ലേണിംഗ് സ്റ്റൈല് സ്ഥിരമായി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ സമയം എവിടെയാണ് ചൂസ് ചെയ്യേണ്ടുന്നത്, എപ്പോഴാണ് സമയം ചൂസ് ചെയ്യേണ്ടുന്നത്? എല്ലാവർക്കും വെളുപ്പാങ്കാലം ആക്റ്റീവായിട്ടുള്ള സമയമല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ബയോളജിക്കൽ റിഥം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ആക്റ്റീവായിരിക്കുന്ന സമയം വ്യത്യസ്തമാണ്. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ്, ഏറ്റവും സ്യൂട്ടബിളായിട്ട് അവർ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം ഏതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ സമയം വേണം പഠനത്തിനായി ചൂസ് ചെയ്യാൻ. സ്കൂൾ കാലയളവിൽ അല്ലെങ്കിൽ സ്കൂളിലെ പഠനം നടക്കുന്നതോടൊപ്പം സ്കൂൾ ടൈമിങ്ങിലാണ് നമ്മുടെ ആക്റ്റീവ് ലേണിംഗ് ടൈം വരുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ അക്കാഡമിക് ടൈം അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയം എന്ന് നമ്മൾ കണ്ടെത്തിയാൽ അത് സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയമാണ്. പലപ്പോഴും ആ സമയം നമുക്ക് ആക്റ്റീവ് ലേണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവധി ദിവസങ്ങൾ കിട്ടുമ്പോഴും അല്ലാതെയുള്ളപ്പോഴും ഈ സമയം ഫ്രീ ആക്കി വെച്ച് അവിടെ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്റ്റഡി ലീവ് സമയങ്ങളിൽ നമ്മളുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയത്തിന് നമ്മൾ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പഠിക്കുക എന്നുള്ളതല്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി ലീവിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും ആ കുട്ടിയുടെ ടൈം ടേബിളിൽ ഉണ്ടാക്കേണ്ടി വരില്ല. പക്ഷേ അങ്ങനെ അല്ലാതെ സ്റ്റഡി ലീവ് തുടങ്ങിയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ പരീക്ഷയുടെ ടൈം ടേബിൾ കണ്ടതിന് ശേഷം മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ പഠനത്തിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ബ്രേക്ക് കൊടുക്കാതെ മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നത് കുട്ടികൾക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് തോന്നുമെങ്കിലും ആവശ്യത്തിന് അത് റിട്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും. സോ പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു 1 അവർ ടൈം നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്താൽ അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ബ്രേക്ക് അവിടെ കൊടുക്കണം. ഒരു 10 to 15 മിനിറ്റ്സ് ബ്രേക്ക് കൊടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വേണം വീണ്ടും പഠനത്തിലേക്ക് പോകാൻ. ഈ 15 മിനിറ്റ് ബ്രേക്ക് മാത്രം പോരാ. ഫിസിക്കൽ എക്സസൈസും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിഷനും ഫുഡും ലെഷർ ടൈമും അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാനുള്ള സമയവും കൃത്യമായി ഈ ടൈം ടേബിളിൽ നിശ്ചയിച്ചിട്ടുണ്ടാവണം.
ആ സമയം ഉറങ്ങാൻ ഉപയോഗിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രിപ്പറേഷൻ ടൈം ഓക്കെ ആവും. പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും അതുപോലെ പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് വെളിച്ചം കൂടിയതും ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞതും വീട്ടിലെ എല്ലാവരും ഇരുന്ന് അവരുടേതായ പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും നടുക്ക് പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും കുറവ് ഡിസ്ട്രാക്ഷൻസ് ഉള്ള സ്ഥലത്തിരുന്നിട്ട് വേണം നമ്മൾ പഠനത്തിന് ചൂസ് ചെയ്യാൻ. വെളിച്ചം, ആ മുറിയിലെ വെളിച്ചവും കാറ്റും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വെളിച്ചം കൂടിയതും ഒരുപാട് ഡിമ്മായി പോകുന്നതുമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കരുത്. അവിടെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്നതും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യേണ്ടതുമായിട്ട് വരും. പെട്ടെന്ന് നമ്മൾ ടയേർഡായി പോകും, ഫാറ്റീഗ് ഫീൽ ചെയ്യും, മടുത്തു പോകും. അതുപോലൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് പഠനത്തിന് സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈല് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഫുൾ ചാപ്റ്റർ എടുത്ത് വെച്ച് ഞാനിത് ഇന്ന് തീർക്കും എന്നുള്ള നിലയിൽ ഒരു കാലഘട്ടത്തിലും പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോഴാണെങ്കിലും ശരി, പരീക്ഷയുടെ അവസാന മൊമെൻറ്റിൽ പഠിക്കുമ്പോഴാണെങ്കിലും ശരി, ഒറ്റ ഇരിപ്പിന് ഒരു ചാപ്റ്റർ തീർക്കാം എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. എപ്പോഴും ചെറിയ ചെറിയ പോർഷനായിട്ട് അതിനെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് തന്നെ പോകാൻ പറ്റണം. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ എഴുതും, ഇന്ന് ഞാൻ കെമിസ്ട്രി പഠിക്കും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിക്കും എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അങ്ങനെ മാത്രം എഴുതി വെച്ചതുകൊണ്ട് നമ്മൾക്ക് ഏകാഗ്രമായി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം, അതായത് ഇന്ന ഡേറ്റിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള സമയത്ത് ഇന്ന സബ്ജക്റ്റിലെ ഇന്ന ചാപ്റ്ററിൻ്റെ ഇന്ന സബ് ടോപ്പിക്സ് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞ് ഇത് ഒബ്ജക്റ്റീവായി എഴുതി തന്നെ വെക്കണം. ഈ സമയം അവസാനിക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. ഈ ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം, നമ്മുടെ ഏർലിയർ നോളജിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ വേറെ ആരോ ഇട്ട ഒരു ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ പലപ്പോഴും അത് ഇഫക്റ്റീവ് ആവില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഇഫക്റ്റീവ് ആവില്ല. കാര്യം എനിക്ക് ഒരു വിഷയം, ഒരു സബ് ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്ന സമയമായിരിക്കില്ല മറ്റൊരാൾക്ക് അതേ വിഷയം, അതേ സബ് ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടുന്നത്. അവരുടെ ബേസ് നോളജും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിവും എത്രത്തോളം ഉണ്ട്, ഇതിനെ എത്രത്തോളം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര നേരം ഒരു ടോപ്പിക്കിൽ സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന്. പ്രത്യേകിച്ച് പബ്ലിക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൃത്യമായ സിലബസ് ഉണ്ട്. ആ സിലബസിൽ ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്ക് വെയിറ്റേജ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഏത് ചാപ്റ്റർ പഠിച്ചു തീർക്കണം എന്നും കൂടെ തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിനുള്ള ചോദ്യം വരും എന്നുണ്ടെങ്കിൽ മറ്റ് ചാപ്റ്ററുകളിൽ നിന്ന് 4ഉം 7ഉം മാർക്കിനൊക്കെ വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 9 മാർക്കിനുള്ള ചാപ്റ്റർ ആയിരിക്കണം നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. കാര്യം ആ ചാപ്റ്റർ പഠിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നോക്കേണ്ടുന്നത് ഈ ചാപ്റ്ററുമായി കണക്റ്റഡായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ്. ഒരു പക്ഷേ ഡയറക്റ്റ് അതിനകത്തുനിന്നൊരു 4 മാർക്കിൻ്റെ ചോദ്യമേ കാണുകയുള്ളായിരിക്കും. പക്ഷേ ഈ ചാപ്റ്റർ പഠിച്ചാൽ മറ്റൊരു ചാപ്റ്റർ പഠിക്കാൻ എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ ആ കണക്റ്റഡ് ചാപ്റ്റേഴ്സിനും നമ്മൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. പരീക്ഷയുടെ തലേ ദിവസം ഒരു പുതിയ കാര്യങ്ങളും പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഏത് ലാസ്റ്റ് മൊമെൻറ്റ് ലേണേഴ്സ് ആണെങ്കിൽ പോലും പരീക്ഷയുടെ തലേ ദിവസം ഒരു ന്യൂ ടോപ്പിക് പഠിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അത് നമ്മുടെ സ്ട്രെസ്സ് കൂട്ടും. നമ്മൾ അത് പോയി പരീക്ഷയ്ക്ക് എഴുതുമോ ഇല്ലയോ എന്നുള്ളതല്ല, എക്സാമിനോടുള്ള നമ്മുടെ സ്ട്രെസ്സ് അത് കൂട്ടും. അപ്പോൾ നമുക്ക് അറിയുന്ന പല കാര്യങ്ങൾ പോലും എക്സാം ടൈമിൽ നമുക്ക് ഓർത്തെടുക്കാനോ പ്രോപ്പറായിട്ട് എഴുതാനോ പറ്റിയെന്ന് വരില്ല. സോ പരീക്ഷയുടെ തലേ ദിവസം കൊണ്ട് നമ്മളുടെ പഠനം മുഴുവൻ, ലാസ്റ്റ് മൊമെൻറ്റ് ലേണേഴ്സിന് കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാത്തവർ ഒരാഴ്ച മുമ്പെങ്കിലും എല്ലാ ടോപ്പിക്സും പഠിച്ചു തീർത്തിരിക്കണം.
ലാസ്റ്റ് മൊമെൻറ്റ് ലേണേഴ്സ് 2 ദിവസം മുന്നെയെങ്കിലും എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്സും പഠിച്ച് തീർത്തത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ വെറുതെ റിവൈസിങ്ങിന് മാത്രം യൂസ് ചെയ്യുക. വെറുതെ ഒന്ന് സ്കിം ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെ പോയിൻറ്റ്സ് അതിനകത്തുണ്ട്. നമുക്ക് ഓർത്തെടുക്കാനുള്ള ശ്രമം നടത്തരുത്. ഓർത്തെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും നമുക്കത് മറന്നുപോയി എന്ന് തിരിച്ചറിവ് സ്ട്രെസ്സ് വീണ്ടും കൂട്ടും. സോ അത് വെറുതെ വായിച്ചു പോയാൽ മതി, നമ്മളുടെ മെമ്മറിയിൽ അത് അവിടെ ഉണ്ടായിക്കോളും. കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് എക്സാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത്രയും പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു. പരീക്ഷയുടെ തലേ ദിവസം നല്ലോണം റിലാക്സ് ചെയ്ത് കൃത്യമായ ഉറക്കം കിട്ടും എന്ന് ഉറപ്പ് വരുത്തണം. രാത്രി ഒരുപാട് നേരം ഇരുന്ന് നാളെ എനിക്ക് പരീക്ഷയാണ്, ഞാൻ ഇന്നിത് മുഴുവൻ വായിച്ച് തീർത്തിട്ടേ കിടക്കൂ എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കാനായിട്ട് നിൽക്കരുത്, വായിക്കാൻ നിൽക്കരുത്. നേരത്തെ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അത് നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 7 മണിക്ക് എഴുന്നേറ്റ് ശീലമുള്ളൊരു കുഞ്ഞ് അന്ന് പരീക്ഷയാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് പോയി 4 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ക്ഷീണം വരും. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് കൃത്യമായി നമ്മളുടെ കയ്യിൽ ഒരു പേപ്പറുകളോ മറ്റ് ചിറ്റ്സോ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തണം. ഹോൾ ടിക്കറ്റ്, പേന, അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ മെറ്റീരിയൽസും തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവണം. ഹാളിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് വായിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ടീച്ചർ വരുന്നതും കണ്ടുകൊണ്ട് ഹാളിലേക്ക് കയറുമ്പോൾ വളരെയധികം ചാൻസസ് കൂടുതലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സോ മറ്റ് സാധനങ്ങളോ എന്തെങ്കിലും അറിയാതെ നമ്മുടെ പോക്കറ്റിനകത്തേക്ക് തിരികിയിട്ട് ക്ലാസ്സിൽ കയറി പോകാനായിട്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കില്ല അങ്ങനെ ഒരു കാര്യം വയ്ക്കുന്നത്. സോ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വേണ്ടിയിട്ടും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും ലാസ്റ്റ് മൊമെൻറ്റിൽ പരീക്ഷാ ഹാളിന് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വായിക്കുക എന്നുള്ള പരിപാടി നമ്മൾ വേണ്ടാന്ന് വെക്കണം. അത് നീ പഠിച്ചോ, ഇത് നീ പഠിച്ചോ എന്ന് പറഞ്ഞ് മറ്റു കുട്ടികളോട് ചോദിക്കാതിരിക്കുകയും നമ്മളോടൊരാൾ അത് ചോദിക്കുന്നതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യേണ്ടുന്നതും നമ്മളുടെ സ്ട്രെസ്സ് കുറച്ച് വയ്ക്കാനും റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പരീക്ഷ എഴുതാനും അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഈ ടിപ്സ് ഉപയോഗപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. All the best.